മെൻസസ് കൃത്യമായി വരുന്നില്ലേ? മുഖത്ത് അമിതമായ രോമവളർച്ചയുണ്ടോ? കൂട്ടത്തിൽ മുഖത്ത് നല്ല മുഖക്കുരുവും മുടി കൊഴിച്ചിലും ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ തടി കൂടുന്നതായിട്ടും തോന്നുന്നുണ്ടോ? എങ്കിൽ ചിലപ്പോഴിത് PCOS അഥവാ PMOSന്റെ ലക്ഷണങ്ങളായിരിക്കാം. PCOSന്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ക്രമരഹിതമായ മെൻസസ് നേരം വൈകി വരിക, ചിലപ്പോൾ മാസങ്ങളോളം മെൻസസ് ആവാതിരിക്കുക. ചിലർക്ക് മെൻസസ് ആയാൽ ആദ്യം സ്പോട്ടിങ് പോലെ തുടങ്ങുക, പിന്നെ ഓവർ ബ്ലീഡിംഗ് ഉണ്ടാവുക എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാവാം. ചിലർക്ക് മെൻസസ് റെഗുലർ ആണെങ്കിലും ഓവുലേഷൻ നടക്കാതിരിക്കാം. 2. അമിതമായ രോമവളർച്ച. മുഖം, താടി, നെഞ്ച്, വയറ് തുടങ്ങിയ ഭാഗങ്ങളിൽ സാധാരണത്തെക്കാട്ടിലും കട്ടി കൂടിയ രോമങ്ങൾ സ്ത്രീകളുടെ ശരീരത്തുണ്ടാവുക. ഇതിനെ ഹിർസ്യൂട്ടിസം എന്നാണ് പറയുക. 3. മുഖക്കുരു. സ്ഥിരമായി മുഖക്കുരു ഉണ്ടാവുക. ഹോർമോണിൻ്റെ ചേഞ്ച് അനുസരിച്ച് മുഖക്കുരുവിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരിക. എന്നാൽ മുഖക്കുരു ഉണ്ടെന്ന് മാത്രം കരുതി നിങ്ങൾക്ക് PCOS ഉണ്ടെന്ന് തീരുമാനത്തിലെത്തരുത്. 4. മുടി കൊഴിച്ചിൽ. തലയുടെ മധ്യഭാഗത്തോ മുൻഭാഗത്തോ മുടിയുടെ കനം കുറയുന്ന പോലത്തെ ഫീമെയിൽ ടൈപ്പ് ഓഫ് ഹെയർ ലോസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അമിതമായ മുടി കൊഴിച്ചിൽ. 5. തടി കൂടുക. ചില സ്ത്രീകളിൽ എക്സർസൈസ് ചെയ്താലും ഭക്ഷണം കുറച്ചാലും തടി കുറയാതിരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ അർത്ഥം PCOS ഉള്ള എല്ലാ സ്ത്രീകൾക്കും തടി കൂടുതലുണ്ടാവുമെന്നല്ല. വണ്ണം കുറഞ്ഞു മെലിഞ്ഞ സ്ത്രീകൾക്കും PCOS ഉണ്ടാവാം. 6. ഗർഭധാരണം വൈകൽ. ഓവുലേഷൻ കൃത്യമായി നടക്കാത്തത് കാരണം ചില സ്ത്രീകളിൽ പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്. എന്നാൽ PCOS ഉണ്ടെന്ന് കരുതി ഗർഭധാരണം നടക്കില്ല എന്ന് അർത്ഥമാക്കേണ്ട. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. മുകളിൽ പറഞ്ഞ 6 ലക്ഷണങ്ങളും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ഇറഗുലർ ആയിട്ടുള്ള മെൻസസ് മാത്രമായിരിക്കാം. വേറൊരാൾക്ക് മുഖത്ത് രോമവളർച്ചയും മുഖക്കുരുവുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിലെ ഏതെങ്കിലും ഒരു ലക്ഷണമുണ്ടെന്ന് കരുതി PCOS ആണെന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ശരിയായ ചികിത്സ ശരിയായ സമയത്ത്.